ഹലോ നമസ്കാരം വ്യൂവേഴ്സ്, ടോക്ക് വിത്ത് ടൈഗേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ബോറിംഗ് ആയിട്ടുള്ള ഇൻഡോർ ഷൂട്ടിന് പകരം നമ്മളിപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് എടുത്തിരിക്കുന്നത്. ചെറിയ നോയ്സൊക്കെ പുറത്തുനിന്ന് വരും, കാരണം നല്ലൊരു വ്യൂ ആണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല ക്ലൈമറ്റാണ്, ചെറിയൊരു മഴയുണ്ട്. ഇതിനിടയിൽ നമുക്ക് ഒരു മനോഹരമായ ഒരു ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടന്നുകൊണ്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ മഴ കാരണം കൊണ്ട് പുറത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ആംബിയൻസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, അടുത്ത കാലത്തായി സൂപ്പർ സ്റ്റാർ ആയി വിലസുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, വിവാദങ്ങളിലൂടെ നായകനായി മാറിയ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേര എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ എല്ലാം വൈറൽ താരമായ അലൻ ജോസ് പെരേരയും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തെ വീഡിയോയിലൂടെ ഒരു സംഭവം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഒരു വിവാഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അടുത്ത കാലത്ത്. അതിലൂടെ വിവാഹത്തിലൂടെ നമ്മൾക്കെല്ലാം സുപരിചിതയായ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള അലൻ ജോസിൻ്റെ ബെറ്റർ ഹാഫ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം 1-2 ദിവസം തെറ്റിദ്ധരിച്ച ശ്രീലക്ഷ്മിയും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. പ്ലീസ് കം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവരെ പറ്റി നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്ക്, അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ട്, വിവാദങ്ങളെ പറ്റി, മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് വളരെ നേരത്തെ തന്നെ അവർ റെഡിയായി വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനിടയിൽ ഇവരുടെ ബിസി ഷെഡ്യൂളിനിടയിലും ഇവർ വന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. നമുക്ക് കാര്യങ്ങളിലോട്ട് പതുക്കെ കിടക്കാം. നമുക്കൊരു കൺവെൻഷണൽ ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ട, വളരെ റെഗുലറായിട്ട്, വളരെയധികം എന്താ പറയുക, കാഷ്വൽ ആയിട്ടുള്ളൊരു ടോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്ലോർ ഈസ് യോഴ്സ്. എന്ത് കാര്യങ്ങളും പറയും. വിവാദങ്ങളാവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, നിങ്ങൾ ഫേസ് ചെയ്ത ഇഷ്യൂസ് ആവട്ടെ, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് പറയാനുള്ള ഒരു അവസരമായിട്ട് ഇത് കണക്കാക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അലൻ ജോസിലോട് ആദ്യം പോകണോ അതോ ശ്രീലക്ഷ്മിയിലോട്ട് പോകും? ശ്രീലക്ഷ്മിയിൽ തുടങ്ങാം അല്ലേ? ലേഡീസ് ഫസ്റ്റ് കറക്റ്റ്. അതാണ് അതിൻ്റെതായ മാന്യത. ശ്രീലക്ഷ്മി പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രീലക്ഷ്മി ഒരു ട്രെൻഡിങ് താരമാണ് അല്ലേ? സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും അലിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും, അതുപോലെ ശ്രീലക്ഷ്മിയുടെ മേക്ക് ഓവറിനെ പറ്റിയിട്ട്, ശ്രീലക്ഷ്മിയുടെ പുതിയ ഷൂട്ടിനെ പറ്റിയിട്ട്, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ഡേ ബൈ ഡേ എനിക്ക് തോന്നുന്നു 100 കണക്കിന് വീഡിയോസ് ഇവരെ പറ്റിയിട്ട് അപ്ലോഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അലിൻ ജോസ് ഓൾമോസ്റ്റ് 2-3 years ആയിട്ട് ആൾറെഡി ഇതാണെങ്കിലും, അതേപോലെ ആ ലെവലിലേക്ക് തന്നെ ട്രെൻഡിങ് ആയിട്ട് തന്നെ ഇപ്പോൾ ശ്രീലക്ഷ്മി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശ്രീലക്ഷ്മിയോട് ചോദിച്ച് മനസ്സിലാക്കാം, എന്തൊക്കെയാണ്, എന്തുകൊണ്ട് നമുക്ക് ഈ വിവാദങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് ശ്രീലക്ഷ്മി ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻട്രി, ഒരു മാസ് എൻട്രി എന്ന് എന്തുകൊണ്ട് പ്ലാൻ ചെയ്തു എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. എപ്പോഴാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്, എങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, ഇതൊന്നും ഒരു സീക്വൻസ് ആയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു ടൈം ലൈൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് അലന് തുടങ്ങാം. അലനെ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നത്, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ള ദിവസം തന്നെ അലന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് അലനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് മിണ്ടി, ഹായ് അലനെ സുഖാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് മിണ്ടി. അന്ന് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അലൻ എന്നോട് ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം, ഒരു റീലും ചെയ്യാൻ അലന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അലനോട് പറഞ്ഞു, എടാ നമ്മൾ എപ്പോഴും ചെയ്യുന്ന റീലും ഷോർട്ട് ഫിലിമും ഒക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. എപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണല്ലോ. അങ്ങനെയാണ് ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തതാണ് ഞങ്ങള്. ഒരു റീലായിട്ടല്ല, ഒരു ഫോട്ടോഷൂട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പോകുന്നതും ഈ സംഭവത്തിന് പോകുന്നതും ഫോട്ടോഷൂട്ടിന് വേണ്ടിയാ പോയത്. അവിടെ ചെന്നപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി, ചുമ്മാ ഒരു കല്യാണം കഴിച്ചു എന്നങ്ങ് പറഞ്ഞാലോ, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ കയ്യും പിടിച്ച് നടക്കുന്ന ഒരു റീലും കൂടെ ഇടാം. അപ്പൊ ഞാൻ പറഞ്ഞ, നീ ഓക്കെ ആണെങ്കിൽ ചെയ്യാം, അവനും പറഞ്ഞു. അങ്ങനെ ചെയ്ത സംഭവമാണ് ഇപ്പൊ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പൊ മുൻകൂട്ടി പ്ലാൻ ചെയ്താണോ അതോ പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ ആണ്, തോന്നിയതാണ്. ഐഡിയ ആയി പോയി, വല്ലാത്തൊരു വൈറൽ ഐഡിയ. സാധാരണ ഇത്രയൊന്നും ധൈര്യം സാധാരണ പെൺകുട്ടികൾ കാണിക്കാറില്ല, കാരണം ഇത് എങ്ങനെയാണ് ബാക്ക്ലാഷ് ചെയ്യാന്ന് നമുക്ക് അറിയില്ലല്ലോ. 2-3 പടങ്ങൾ ബാധിച്ചെന്ന് പറയാം. JSKയും അപൂർവപുത്രന്മാരും ഫ്ലാസ്കും 3 പടം ഇറങ്ങിയിരുന്നു. അപ്പൊ ആ പടങ്ങളെ അത് തീർച്ചയായിട്ടും അത് റിവ്യൂസിനെ ബാധിച്ചു എന്ന് കരുതും. പക്ഷെ പടങ്ങൾ, സിനിമ ഇഷ്ടപ്പെടുന്നവര്, സിനിമ സ്നേഹിക്കുന്ന ആൾക്കാർ സിനിമ കാണുക, അല്ലാണ്ട് സോഷ്യൽ മീഡിയ വിവാദങ്ങൾ അതവിടെ കിടക്കും. പക്ഷെ സിനിമ കാണുക, JSKനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ പറയാൻ പറ്റും. അല്ല, JSK എങ്ങനെ വിവാദമായിട്ട്, കാരണം ആ ട്രെൻഡിങ് സ്റ്റോറി താങ്കളുടെ ആയതുകൊണ്ട്. മറ്റേ മാധവ് സുരേഷ് ഒരുപാട് ട്രോള് വരുന്ന സമയത്ത് ആ ട്രോള് മുങ്ങിപ്പോയി.
ഓ ശരി. ഒരു എനിക്ക് മെസ്സേജ് അയച്ചു, മാധവനെ നീ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഒരാളെ രക്ഷിക്കാനും താത്താനും വേണ്ടിയല്ല, പക്ഷെ നമ്മളിത് ഓട്ടോമാറ്റിക്കലി വന്നു പോയതാണ്. നമ്മൾ അന്നേരം ചിന്തിച്ച് ചെയ്തതാണ്. അന്ന് ഏതൊക്കെ സിനിമ റിലീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു വിവാദം കേറിയപ്പോ അത് കുറച്ച് ഇതായി. അവരുടെ മാർക്കറ്റ് റീച്ച് JSKയുടെയും ഫ്ലാസ്കിന്റെയും എല്ലാം ഇതായി സംസാര വിഷയം. ട്രെൻഡിങ്, നിങ്ങളുടെ സ്റ്റോറി ട്രെൻഡിങ് ആയപ്പോൾ മറ്റേ സ്റ്റോറികൾ താഴ്ത്തോട്ട് പോയി അല്ലേ? എന്ന് പറയാം. അതാണ് കഴിവ്. ആക്ച്വലി സോഷ്യൽ മീഡിയയുടെ കഴിവാണ് അത്. ആക്ച്വലി ഇത്രയും വലിയ കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു മേ ബി എത്ര വലിയൊരു ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു പടങ്ങൾ, വലിയ പടങ്ങൾക്ക് പോലും ഒരു സോഷ്യൽ മീഡിയ താരങ്ങൾക്ക് അതിന് മിനിമം അല്ലെ, നല്ലൊരു ഫിലിം ചെയ്യുമ്പോൾ ഒരു 10 കോടി പ്ലസ് ഉണ്ടാവുമല്ലോ. ഇത്രയും കോടികൾ മുടക്കി ഉണ്ടാവുന്ന ഒരു സിനിമ പോലും സോഷ്യൽ മീഡിയ താരങ്ങളുടെ ഒരു ട്രെൻഡിങ് വാർത്ത കൊണ്ട് ഇല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റി, അതിനെ താഴത്തോട്ട് പോകാൻ പറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പവർ നമ്മൾ ഉദ്ദേശിച്ചതിനും അപ്പുറത്താണ് അല്ലേ? അറിയാം. പുള്ളി സാധാരണ രാവിലെ ഇടുന്ന റിവ്യൂ ഇടാൻ പറ്റുള്ള പുള്ളി. ഓ അത് ശരി. പുള്ളി രാത്രി ഇട്ടത്. ഓ ഇതുകൊണ്ടല്ലേ നിങ്ങളുടെ ട്രെൻഡിങ് ന്യൂസ് കാണുന്ന വേറെ ഒന്നും കേറില്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ അത് ശരി. അപ്പം എത്ര മണിക്കാണ് നമ്മൾ കല്യാണം, ആ സീക്വൻസ് ഉണ്ട് എത്ര മണിക്കാണ്? ഒരു 11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അന്നേരം ഇങ്ങനെ ഇവ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പൊ ഞാൻ ഉണർന്നപ്പോ ഞാൻ വിചാരിച്ചു ആലൻ പറഞ്ഞ ഫോട്ടോഷൂട്ട് ചെയ്ത അലാലിനോട് പറഞ്ഞു. ഞാൻ ഇതിന് മെസ്സേജ് ഇതിന് ഉറക്കമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഇന്ന് ഫ്രീ ആണെങ്കിൽ ഞാൻ ഇന്ന് ഫ്രീ ആണ്, അപ്പൊ നമുക്ക് ആ ഫോട്ടോഷൂട്ട് അങ്ങ് ചെയ്യാന്ന്. പിന്നെ പെട്ടെന്നായിരുന്നു ഇവൻ പെട്ടെന്ന് വന്നു ചെയ്തു. അത് ശരി. 11 മണി 12 മണിക്ക് എണീക്കുന്ന ആളാണെന്നുള്ള എല്ലാവരും പറയാറുണ്ട്. വിഷ്ണു കൊച്ചിക്കാരനൊന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മള് റീൽസ് അങ്ങനെ കിടന്ന് ലേറ്റ് ആയിട്ടാ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ സമയത്ത് എഴുന്നേറ്റപ്പോ ഞാൻ വിചാരിച്ചു ഇന്നിനി ഫ്രീ ആണല്ലോ, അപ്പൊ വെറുതെ ഇരിക്കണ്ട, വർക്ക് ചെയ്യാ, ഇനിയും ചെയ്യാം, കിട്ടുന്നതൊക്കെ ചെയ്യാം. അങ്ങനെ അപ്പൊ ഇവന്റെ ഓർത്തത് അതാകുമ്പോ അടുത്താണല്ലോ, അപ്പൊ ഞാൻ ഇവനെ വിളിച്ചു വരാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാം. എടപ്പള്ളിയിലാണല്ലേ താമസിക്കുന്നത്? പുള്ളി കൊച്ചിയിലും, രണ്ടിനും ഇടയിൽ ഒരു ഇടയുണ്ട് അല്ലേ? ആ ഇട ഇപ്പം ചെറുതായി ഒരു വിവാദത്തിലൂടെ വളരെയധികം ട്രെൻഡിങ് ആയി, ഫേമസ് ആയി അല്ലേ? അതെ നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മള് എന്തായാലും റീച്ച് ആവുമെന്നറിയാം, കാരണം വെഡിങ് ഫോട്ടോഷൂട്ടാണ്, അപ്പൊ അത് റീച്ച് ആവുമെന്നറിയാം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇത്രേ ഇതാവും അങ്ങനെ ചെയ്യുമെന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ദിവസം ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന നിലയിൽ ഇപ്പൊ ഒരു ദിവസം മാക്സിമം 3 ഇന്റർവ്യൂ അത്രയും വരാൻ തുടങ്ങി. അത്രയും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് അപ്രോച്ച് വരാൻ തുടങ്ങി. കാരണം നമ്മൾ പറയുന്ന പോയിന്റ്സ് ഇപ്പൊ ബുക്കിംഗ് പറയാറുള്ളൂ. അതുകൊണ്ട് ഒരാളുടെ പേര് വെറുതെ എടുത്ത് പറയാറില്ല. പക്ഷെ ചിലർക്ക് നമുക്ക് പറഞ്ഞു പോണതാണ്, ക്ഷമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ കണ്ട ഉടനെ തന്നെ എനിക്കിപ്പോൾ ആളുടെ പേര് പറയണമെന്ന് കൂടി, പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും അവിഭാജ്യ ഘടകമായ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ആറട്ടൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് ആദ്യം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫേക്ക് വീഡിയോ ആണ്, ഞാൻ എന്റെ ഐഡിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഫോൺ എടുക്കാറില്ല, അറിയാലോ, ഞാനിപ്പോ ഈ അല്ലെങ്കിൽ തന്നെ ഫോൺ എടുക്കാറില്ല ആൾക്കാർ പരിചയത്തെ നമ്പരെ. അപ്പൊ ഒന്നാമത് എനിക്ക് എന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ശരിക്കും കുറച്ചുകൂടിയൊക്കെ സംസാരം ഡേഞ്ചറാ ഞാൻ പറയുമ്പോ. പെട്ടെന്ന് ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ കോമഡി പറയുമെങ്കിലും ശരിക്കും റിയൽ ലൈഫിൽ പക്ക സീരിയസ് ആണ്. പലപ്പോഴും നമ്മൾ സീരിയസ് വിടുന്നതാണ്, കാരണം നമുക്ക് വയലൻസും ഇമോഷൻസും എല്ലാം ഉണ്ട്. അതൊക്കെ മാറ്റി ഈ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചൊക്കെ ഡിസിപ്ലിൻ മൈൻഡർ ആയി നിൽക്കുന്നത്. അല്ലെങ്കിൽ പക്ക വയലന്റ് മൈൻഡർ ആയിരുന്നു ഒരു സമയം വരെ. ഒരു അടി കിട്ടിക്കുക തിരിച്ച് റിയാക്ട് ചെയ്യുക, പിന്നെ എടുക്കുക കൊടുക്കുക